നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിന് ഇനി 8 ദിവസങ്ങൾ മാത്രം. തലങ്ങും വിലങ്ങും ഓടിയെത്തിയ സ്ഥാനാർത്ഥികൾ. സ്വീകരണ കേന്ദ്രങ്ങളിൽ വലിയ സ്വീകരണം. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് പ്രൊഫസർ റോണി കെ ബേബി. പള്ളിക്കത്തോട്ടിൽ ഗംഭീര സ്വീകരണം ഒരുക്കി പ്രവർത്തകർ. കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ വരുമെന്ന് സച്ചിൻ പൈലറ്റ്. ഉത്സവാന്തരീക്ഷത്തിൽ ചാണ്ടി ഉമ്മന്റെ മീനടം മണ്ഡലം പര്യടനം. കാഞ്ഞിരപ്പള്ളിയിൽ അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ പര്യടനം ഊർജിതം. രാഹുൽ ഗാന്ധിക്കും ഡോക്ടർ N ജയരാജനുമെതിരെ രൂക്ഷ വിമർശനവുമായി അഡ്വക്കേറ്റ് അൽഫോൻസ് കണ്ണന്താനം. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമായി. ഇന്ന് മണിമല പഞ്ചായത്തിലായിരുന്നു പര്യടനം. മുൻ കേന്ദ്രമന്ത്രിയും BJP ദേശീയ കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് അൽഫോൻസ് കണ്ണന്താനം പര്യടനം ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ NDA സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മണ്ഡലത്തിന് ഒരു താരപരിവേഷവും ലഭിച്ചിട്ടുണ്ട്. വിവിധ പഞ്ചായത്തുകളിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് മണിമല പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ പര്യടനം നടത്തിയത്. മണിമല ടൗണിൽ BJP ദേശീയ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് അൽഫോൻസ് കണ്ണന്താനം പര്യടനം ഉദ്ഘാടനം ചെയ്തു. ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും ഇട്ടോണ്ടാ പാർലമെന്റ് വരുന്നത്. എവിടെയോ ഓടാൻ പോയിട്ട് രാത്രിയിൽ എവിടെയൊക്കെ കഴിച്ചുകൂടിയിട്ട് പാർലമെന്റിലേക്ക് കണ്ണും തിരുമ്മി വരിക, ടീഷർട്ടും ഇട്ടോണ്ട്. നാണമില്ലേ? എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുക പാർലമെന്റില്. ഈ 19-21 വർഷമായിട്ട് ഏതെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അദ്ദേഹം വയനാട്ടിൽ നിന്നുള്ള MP ആണല്ലോ. വയനാട്ടിനെ പറ്റി ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? സീറോ ഓവറിൽ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ? ഏത് MPക്ക് വേണമെങ്കിലും സീറോ ഓവറിൽ പ്രസംഗിക്കാം 3 മിനിറ്റ് എല്ലാ ദിവസവും. ഇതുവരെ പ്രസംഗിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും നമ്മുടെ മണ്ഡലത്തെ പറ്റി, നമ്മുടെ സംസ്ഥാനത്തെ പറ്റി നമുക്ക് സ്പെഷ്യൽ മെൻഷൻ ചെയ്യാം. ഈ രാഹുൽ ഗാന്ധി ഇതുവരെ ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം എന്നാ പ്രസംഗിച്ചിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് പോണക്കുള്ള ചപ്പുകളെ, നിങ്ങളുടെ ഇപ്പോഴത്തെ MLA പോണക്കുള്ള ചപ്പുകളെ എവിടെയെങ്കിലും തൂത്തുവാരി എറിയാൻ. മണിമലയാറ്റിലൊന്നും എറിയരുത്. നാറും, മണിമലയാറും നാറും. കാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ജോർജ് കുര്യനെ പോലെയുള്ള ആൾക്കാരെ, മനുഷ്യനെ കാണാൻ കഴിവുള്ള ജോർജ് കുര്യനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുക. BJP മണിമല പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ദേവി അധ്യക്ഷയായി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അനൂപ പായിക്കാടൻ, മണ്ഡലം സെക്രട്ടറി രഞ്ജിത്ത് VS, ജില്ലാ കമ്മിറ്റി അംഗം മോഹനചന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് CK രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മണിമലയിൽ നിന്ന് ആരംഭിച്ച് 20 കേന്ദ്രങ്ങൾ പിന്നിട്ട് പൊന്തൻപുഴയിലാണ് പര്യടനം അവസാനിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് വികസനത്തിന് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്ന്. നരേന്ദ്രമോദിജി നേതൃത്വം കൊടുക്കുന്ന വികസന പ്രക്രിയകൾ അത് ഈ കാഞ്ഞിരപ്പള്ളിയിലും വരണം. നിങ്ങൾക്കറിയാം, നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യം പുരോഗമിക്കുകയാണ്. വിവിധ കേന്ദ്രങ്ങളിൽ തന്നെ കാണാനെത്തുന്നവരെ അഭിവാദ്യം ചെയ്തും വോട്ടുറപ്പിച്ചുമാണ് സ്ഥാനാർത്ഥി ജോർജ് കുര്യൻ കടന്നുപോകുന്നത്. 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയിലായിരുന്നു NDA സ്ഥാനാർത്ഥിയുടെ പര്യടനം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ UDF വിജയിച്ചാൽ വലിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുന്നേ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ് പ്രഥമ പരിഗണന നൽകുകയെന്ന് പ്രൊഫസർ റോണി കെ ബേബി. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി റോണി കെ ബേബിയുടെ മണ്ഡലത്തിലൂടെ ഉള്ള പര്യടനം തുടരുന്നു. ഇന്ന് രാവിലെ പള്ളിക്കത്തോട് പഞ്ചായത്തിലായിരുന്നു പര്യടനം. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി പ്രൊഫസർ റോണി കെ ബേബി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ പര്യടനം തുടരുകയാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുന്നതിനൊപ്പം കാഞ്ഞിരപ്പള്ളിയിൽ താൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളെപ്പറ്റി ജനങ്ങളെ അറിയിക്കാനും ഈ പ്രചരണം വിനിയോഗിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ പള്ളിക്കത്തോട് പഞ്ചായത്തിന്റെ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിലാണ് പര്യടനം നടത്തിയത്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ കുടിവെള്ളം, റോഡ്, പാർപ്പിടം എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്ന് പ്രൊഫസർ റോണി കെ ബേബി അറിയിച്ചു. തകർന്നു കിടക്കുന്ന ഗ്രാമീണ റോഡുകളാണ് മണ്ഡലത്തിലെവിടെയും. കൂടാതെ മണ്ഡലത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ്. ഇത്തരം ആവശ്യങ്ങളാവും താൻ വിജയിച്ചാൽ ആദ്യം നടപ്പാക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന് ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുന്നത്, രണ്ട് കുടിവെള്ളത്തിന്റെ വലിയ രൂക്ഷമായ പ്രതിസന്ധിയാണ്. അത് പള്ളിക്കത്തോട് മാത്രമല്ല, ഈ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിൽ എമ്പാടുമുണ്ട്. മണിമലയാറിന്റെ തീരത്താണ് ഈ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പോലും അവിടുത്തെ ജലസ്രോതസ്സുകൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മണിമല മേഖല കുടിവെള്ള പദ്ധതി പോലെയുള്ള വലിയ പദ്ധതികൾ ഏകദേശം 75 കോടി രൂപ ചെലവിട്ട പദ്ധതിയാണ്. ഇപ്പോൾ പറയുന്നത് അങ്ങനെ പദ്ധതി ഇല്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങളുടെ ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെടുവാൻ ഭാഗ്യമുണ്ടായാൽ എന്റെ പ്രഥമ പരിഗണന എന്ന് പറയുന്നത്
ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ. പള്ളിക്കത്തോട് മുണ്ടൻകവലയിൽ നിന്ന് ആരംഭിച്ച പ്രചരണം 58 കോളനി, മുക്കാലി, പുല്ലാനിത്തകിടി, ഇളമ്പള്ളി, മന്ദിരം കവല, ആനിക്കാട്, പള്ളിക്കത്തോട്, കാക്കത്തോട്, കദളിമറ്റം, കയ്യൂരി, അരുവിക്കുഴി, വഞ്ചിപ്പാറ, ചപ്പാത്ത്, വേരിങ്കൽപ്പാറ എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഉച്ചയോടെ നെയ്യാട്ടുശ്ശേരിയിൽ സമാപിച്ചു. സ്ഥാനാർത്ഥിക്കൊപ്പം നിരവധി പ്രവർത്തകരും റോഡ് ഷോയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ ജനങ്ങൾ തന്നെ വിജയിപ്പിക്കുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് പ്രൊഫസർ റോണി കെ ബേബി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കേരളത്തിൽ UDF ചരിത്ര വിജയം നേടുമെന്ന് AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ്. പുതുപ്പള്ളി മണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന്റെ മീനടം മണ്ഡല പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ UDF ചരിത്ര വിജയം നേടുമെന്ന് AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ് MLA. നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മന്റെ മീനടം മണ്ഡലതല പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്താകെ UDF അനുകൂല തരംഗമുണ്ട്. 100-ൽ പരം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരും. സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് LDF സർക്കാരിന്റെ മുഖമുദ്രയെന്നും ശബരിമലയിലെ സ്വർണം അപഹരിച്ചവരെ ജനം പുറത്താക്കുമെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. Across Kerala, there is a huge wave for the UDF. You mark my words, on counting day, Congress and UDF will get a historic mandate. The 10 years has been a lost decade. 10 years people have been befooled, corruption, nepotism. People have stolen God has passed from Sabrimala, the gold has been stolen. Nothing has been done about it. The people of Kerala want justice, young people want jobs. Please contribute and make us win, historic win. And I am sure Chandi Oman will now be a stronger voice for you in Trivandrum. He'll speak up for you. All this while there was LDF government. And they know that if they do any work in this constituency, the credit goes to the MLA. രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും കഠിനാധ്വാനിയായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും അദ്ദേഹത്തിന്റെ മകനും അത് പിന്തുടരുകയാണെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. മീനടം മണ്ഡലത്തിന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം സച്ചിൻ പൈലറ്റ് പ്രകാശനം ചെയ്തു. സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനെ സച്ചിൻ പൈലറ്റ് രാജസ്ഥാനി തലപ്പാവ് അണിയിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോഷി ഫിലിപ്പ്, PM സ്കറിയ, KB ഗിരീശൻ, JG പാലകിലോടി, അനിൽ മാത്യൂസ്, സിജു K ഐസക്, ഉഷാകുമാരി, മിനി ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. നെടുംപൊയ്ക, 3-ാം മൈൽ, കുരുക്കുന്നേൽ കവല തുടങ്ങി 22 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ആശുപത്രിപ്പടിയിൽ സ്വീകരണം സമാപിച്ചു. രാവിലെ സൈക്കിളിൽ പര്യടനം നടത്തിയ ചാണ്ടിയുമ്മൻ അകലക്കുന്ന്, മണലിങ്കൽ, കല്ലൂർക്കുളം, മുണ്ടൻകുന്ന്, കാഞ്ഞിരമറ്റം, ചെങ്ങളം, നെല്ലിക്കുന്ന്, മഞ്ഞക്കാവ്, മറ്റക്കര, മാഞ്ഞാമറ്റം എന്നിവിടങ്ങളിലെ ദേവാലയങ്ങളും കോൺവെന്റുകളും അഭയകേന്ദ്രങ്ങളും സന്ദർശിച്ചു. പുതുപ്പള്ളി പാറാട്ട് മാർ ഇവാനിയസ് ഹോസ്പിറ്റലിന്റെ ഭരണ കൈമാറ്റ ചടങ്ങിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുതുപ്പള്ളി. ദീർഘകാലം പാർലമെന്ററി പാർട്ടി പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നവർ മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് മറ്റ് പാർട്ടികളിലേക്ക് ചേക്കേറുവാൻ കാരണമെന്ന് മുൻ LDF കൺവീനറും മുതിർന്ന CPM നേതാവുമായ വൈക്കം വിശ്വൻ. കോട്ടയം ജില്ലയിൽ ഇത്തവണ LDFന് മികച്ച വിജയം തന്നെ ലഭിക്കുമെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. മുതിർന്ന CPM നേതാവും മുൻ LDF കൺവീനറുമായ വൈക്കം വിശ്വൻ ക്യാബിനറ്റ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ തെരഞ്ഞെടുപ്പ് അനുഭവം പങ്കുവച്ചത്. പഴയ പ്രചരണ രീതിയിൽ നിന്നും വളരെയേറെ മാറ്റം വന്നുള്ള പ്രചരണമാണ് ഇന്നുള്ളത്. സാങ്കേതികവിദ്യ ഏറെ വളർന്ന ഇക്കാലത്ത് ആധുനിക സൗകര്യം ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടക്കുന്നതെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. ദീർഘകാലം പാർലമെന്ററി പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തവർ മാറി നിൽക്കണമെന്നാവശ്യപ്പെടുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് മറ്റു പാർട്ടിയിലേക്ക് ചേക്കേറാൻ കാരണമെന്നും വൈക്കം വിശ്വൻ പറഞ്ഞു. G. സുധാകരൻ പാർട്ടി വിട്ട് മത്സരിക്കുന്നത് ഇടതുപക്ഷ ആശയങ്ങളെയും പ്രസ്ഥാനങ്ങളെയും എതിർക്കാൻ സഹായകരമായ സമീപനമായി മാറിയെന്നും വൈക്കം വിശ്വൻ കൂട്ടിച്ചേർത്തു. സുധാകരൻ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി സർവകലാശാല, സെനറ്റ്, സിൻഡിക്കേറ്റ് ഒക്കെ വർക്ക് ചെയ്തു. MLA ആയി, മന്ത്രിയായി. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച അങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് പിന്നീട് പാർട്ടിയിൽ നിന്നൊരു തീരുമാനം വന്നു. ഒരു 75 വയസ്സ് കഴിഞ്ഞവരിൽ ചുരുക്കം പേര് പിന്നെ വർക്ക് ചെയ്യാൻ കഴിയും. അവരുടെ ആ ചുമതല ഒന്ന് മാറ്റിവെക്കണം. ഞാനൊക്കെ സെൻട്രൽ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ തീരുമാനം ഞങ്ങളൊക്കെ കൂടി എടുക്കുന്നത്. അത് എന്തോ ഞാൻ ഈ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് ഈ പ്രക്രിയയിൽ പങ്കെടുത്തിട്ട് അവസാനം മാറി നിൽക്കണമെന്ന് പറയുമ്പോൾ എനിക്കും മനസ്സിലാകുന്നില്ല അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന്. സുധാകരൻ നന്നായി പാർട്ടി ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ നിന്നു. അതൊരു
ഇടതുപക്ഷ ആശയത്തിനെയും പ്രസ്ഥാനങ്ങളെയും എതിർക്കാൻ ഒരു സഹായകരമായ സമീപനമാണെന്ന് മാത്രമേ ഉള്ളൂ. കോട്ടയം ജില്ലയിൽ ഇക്കുറി ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ വിജയിച്ചു കയറാൻ കഴിയുമെന്നും കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവോടെ നില കൂടുതൽ മെച്ചപ്പെടുമെന്നും വൈക്കം വിഷൻ പറഞ്ഞു. പക്ഷേ കോട്ടയം ജില്ലയിൽ നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരും. അതല്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചേർന്നപ്പോൾ ഉണ്ടായിരുന്നത് അതിനേക്കാൾ മെച്ചമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചമായിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് പ്രധാനപ്പെട്ട അവരുടെ 1-2 സീറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. അത് തിരികെ കിട്ടുമെന്നുള്ള നിലയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ജനകീയതയുടെ മറുപേരായി മാറുകയാണ് ഡോക്ടർ എൻ ജയരാജ്. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയായ ഡോക്ടർ എൻ ജയരാജ് ഇന്ന് ചിറക്കടവ് പഞ്ചായത്തിലാണ് പര്യടനം നടത്തിയത്. ജനകീയതയുടെയും സൗമ്യതയുടെയും മുഖമായി മാറുകയാണ് കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ എൻ ജയരാജ്. താൻ മണ്ഡലം പ്രതിനിധിയായിരുന്ന മുൻ വർഷങ്ങളിൽ മണ്ഡലത്തിൽ ഉടനീളം നടത്തിയ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാണ് ഡോക്ടർ എൻ ജയരാജ് വോട്ടർമാരെ കാണുന്നത്. സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഹൃദ്യമായ സ്വീകരണമാണ് ഡോക്ടർ എൻ ജയരാജിന് ജനങ്ങൾ ഒരുക്കുന്നത്. സ്നേഹോപഹാരം നൽകിയും ഹസ്തദാനം ചെയ്തും ഷാൾ അണിയിച്ചും തങ്ങളിൽ ഒരാളായി ഡോക്ടർ എൻ ജയരാജിനെ നാട്ടുകാർ സ്വീകരിക്കുന്നു. ഇന്ന് ചിറക്കടവ് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഡോക്ടർ എൻ ജയരാജ് പര്യടനം നടത്തി. രാവിലെ കയ്യാത്തുകവലയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. പിന്നീട് ഉള്ളായം, ഏറത്തുപടി, ചെറുവള്ളി അമ്പലം, തെക്കുംഭാഗം, പ്ലാവോലിക്കവല, കളമ്പുകാട്ടുകവല തുടങ്ങി 33 കേന്ദ്രങ്ങളിൽ എത്തി വോട്ടർമാരെ കണ്ടു. എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. നേതാക്കളായ TN ഗിരീഷ് കുമാർ, അഡ്വക്കേറ്റ് ഗിരീഷ് S നായർ, ജയ ശ്രീധർ, സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്ന്. ഏറ്റുമാനൂരിൽ വിജയക്കൊടി പാറിക്കാൻ ആവേശ പോരാട്ടത്തിലാണ് 3 മുന്നണികളും. 7 പതിറ്റാണ്ടിന്റെ ചരിത്രം പരിശോധിച്ചാൽ പാർട്ടികളെ മാറി മാറി തുണച്ചതും ഒരാളെ മാത്രം തുടർച്ചയായി വിജയിപ്പിച്ചതുമൊക്കെ ഈ മണ്ഡലത്തിൽ കാണാൻ കഴിയും. ഏറ്റുമാനൂർ നഗരസഭയും കുമരകം, തിരുവാർപ്പ്, അയ്മനം, ആർപ്പൂക്കര, അതിരമ്പുഴ, നീണ്ടൂർ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ഏറ്റുമാനൂർ മണ്ഡലം. കർഷകരും തൊഴിലാളികളും സർക്കാർ ജീവനക്കാരും സാധാരണക്കാരുമെല്ലാം ഒരുപോലെ തിങ്ങിപ്പാർക്കുന്ന മണ്ഡലത്തിൽ വിവിധ വിഷയങ്ങൾ വോട്ടെടുപ്പിനെ സ്വാധീനിക്കും. നെൽകൃഷി മേഖലയിലെ പ്രശ്നങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ എന്നിവയെല്ലാം വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മണ്ഡലത്തിന്റെ പൊതു സ്വഭാവവും മന്ത്രി എന്ന നിലയിൽ VN വാസവൻ നടത്തിയ പ്രവർത്തനങ്ങളും ഇത്തവണയും അനുകൂലമാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. 5 വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ നടത്തിയ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് വാസവൻ ജനങ്ങളിലേക്ക് എത്തുന്നത്. രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി വ്യക്തിബന്ധങ്ങളും വീണ്ടും തുണയ്ക്കുമെന്നും വാസവനും LDFും വിശ്വസിക്കുന്നു. മണ്ഡലത്തിലെ UDF ബന്ധങ്ങളും സർക്കാരിനെതിരായ വോട്ടും ലഭിച്ചാൽ വിജയം ഉറപ്പാണെന്ന് UDF പറയുന്നു. UDF അധികാരത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനാൽ ഏറ്റുമാനൂരിലെ ജനങ്ങൾ തങ്ങളോടൊപ്പം നിൽക്കുമെന്ന് UDF സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ് പ്രതീക്ഷിക്കുന്നു. ഭവന സന്ദർശനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് NDA സ്ഥാനാർത്ഥി ആതിര D നായരുടെ പ്രചരണം. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നതും യുവത്വത്തിന്റെ പ്രതിനിധി എന്നതും വലിയ സ്വീകാര്യതയാണ് നൽകുന്നതെന്ന് NDA നേതാക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായുടെ മുതിർന്ന പൗരൻ 104കാരൻ ഔസേപ്പച്ചൻ മൂലയിൽ തോട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വീട്ടിൽ വോട്ട് പ്രക്രിയയിൽ ഇദ്ദേഹവും പങ്കുചേർന്നു. ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശക്തി പകർന്ന് പാലാ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മുതിർന്ന പൗരൻ ഇഞ്ചിക്കാവ് മൂലയിൽ തോട്ടത്തിൽ ഔസേപ്പച്ചൻ കർണാടക പഞ്ചായത്തിലെ 6ാം വാർഡിലെ വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തി. 104 വയസ്സ് പിന്നിട്ട ഔസേപ്പച്ചൻ ജനാധിപത്യ പ്രക്രിയയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വോട്ടിംഗിൽ പങ്കെടുത്തത്. പ്രിസൈഡിംഗ് ഓഫീസർ അനിൽ സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി. ബന്ധപ്പെട്ട രേഖകളിൽ ഒപ്പുവച്ച ശേഷം തെരഞ്ഞെടുപ്പ് ചെയ്തതിന്റെ മഷി വിരലിൽ പുരട്ടി. തുടർന്ന് രഹസ്യ ബാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഔസേപ്പച്ചൻ ബാലറ്റ് വെട്ടിൽ വോട്ട് നിക്ഷേപിച്ചു. മൈക്രോ ഒബ്സർവർ ഗിരീഷ് കുമാർ, മകൻ സാബു ജോസഫ്, പൗത്രൻ ABJ ജോസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനായി രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നു ഔസേപ്പച്ചൻ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി പാലായിൽ സംഘടിപ്പിക്കപ്പെട്ട സമരങ്ങളിലും പലതവണ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷവും കോൺഗ്രസിൽ പ്രവർത്തിച്ചു. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ അതിലും ചേർന്നു. വിശ്രമ ജീവിതം നയിക്കുന്ന തന്റെ മുൻകാല പ്രവർത്തകൻ ഔസേപ്പച്ചനെ കാണാൻ മന്ത്രിയായിരിക്കെ KM മാണി എത്തുകയും ആദരവ് നൽകുകയും ചെയ്തിരുന്നു. പാലയുടെ പ്രഥമ ബിഷപ്പായ മാർ സെബാസ്റ്റ്യൻ വയലിന്റെ സഹോദരി പുത്രനാണ് ഔസേപ്പച്ചൻ. ന്യൂസ് ബ്യൂറോ, പാല. പുതുപ്പള്ളി മണ്ഡലത്തിൽ ചാണ്ടി ഉമ്മന്റെ വേറിട്ട പ്രചരണ രീതികൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്ലെക്സുകളും ബാനറുകളും ഒഴിവാക്കിയാണ് പ്രചരണം. ഇതിന് ചെലവാകുന്ന തുക അർഹതപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ ഉപയോഗപ്പെടുത്തുമെന്ന് ചാണ്ടി ഉമ്മൻ പറയുന്നു. അതിനാൽ തന്നെ കോൺഗ്രസിന്റെ കൊടികൾ മാത്രമാണ് മണ്ഡലത്തിൽ പലയിടത്തുമുള്ളത്. ആവേശത്തിന് ഒരു കുറവുമില്ല, ആവേശം കൂടുതലാണ്. കാരണം പ്രവർത്തകർക്ക് വീട് കയറുന്നതിനും
മറ്റ് പ്രചാരണ മാധ്യമങ്ങൾ നടത്തുന്നതിനും ഇഷ്ടം പോലെ സമയം കിട്ടും. പോസ്റ്റർ, ബാനർ ഈ മേഖലയിൽ ചെലവഴിക്കുന്ന തുക അദ്ദേഹം ഭവന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഗുണവുമാണ്, പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഷ്ടപ്പാട് കുറവുമാണ്. FCRA ഭേദഗതി ബില്ല് ലൈസൻസ് രാജിലേക്കുള്ള മടക്കയാത്രയെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ക്രിമിനൽ നടപടികളെ നിയന്ത്രിക്കാൻ ട്രസ്റ്റുകൾക്ക് മൂക്കുകയറിടേണ്ടതില്ലെന്നും ബിഷപ്പ് പറഞ്ഞു. FCRA ഭേദഗതി ബിൽ ഒരു ലൈസൻസ് രാജിലേക്കുള്ള മടക്കയാത്ര പോലെ തോന്നുന്നുവെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ബിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ കടത്തി ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ബിൽ അതിന്റെ നിരീക്ഷണ സ്വഭാവത്തിൽ നിന്നും നിയന്ത്രണ സ്വഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. ട്രസ്റ്റുകളുടെ ഗുണഭോക്താക്കൾ പൊതുസമൂഹങ്ങളാണ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സഹായമൊന്നും സ്വീകരിക്കില്ല എന്നത് ആത്മാഭിമാനത്തിന്റെ നിലപാടല്ല, മറിച്ച് വ്യർത്ഥാഭിമാനത്തിന്റെ ലക്ഷണമാണ്. ക്രിമിനൽ നടപടികളെ നിയന്ത്രിക്കാൻ ട്രസ്റ്റുകൾക്ക് മൂക്കുകയറിടേണ്ടതില്ല. ക്രിമിനൽ കുറ്റങ്ങൾ നിയന്ത്രിക്കാൻ ശക്തമായ നിയമങ്ങൾ രാജ്യത്ത് വേറെയുണ്ടെന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഒരു സഹായവും സ്വീകരിക്കില്ല എന്നത് ആത്മാഭിമാനത്തിൻ്റെ നിലപാടല്ല, മറിച്ച് വ്യർത്ഥാഭിമാനത്തിൻ്റെ ലക്ഷണമാണ്. FDI പ്രോത്സാഹിപ്പിക്കുന്ന ഗവൺമെൻറ് എന്തിനാണ് ചാരിറ്റിയെ ഭയക്കുന്നത്? ക്രിമിനൽ പ്രവൃത്തികളെ പ്രതിരോധിക്കാൻ ട്രസ്റ്റുകൾക്ക് മൂക്കുകയറിടേണ്ടതില്ല. രാജ്യത്തിൽ അവയെ നിയന്ത്രിക്കാൻ ഗൗരവതരമായ നിയമ സംവിധാനങ്ങൾ നമുക്ക് വേറെയുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. ജീവതയിലേറി വെള്ളാപ്പാട്ടമ്മ എഴുന്നള്ളി. പാലാ വെള്ളാപ്പാട്ട വനദുർഗ ഭഗവതി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ജീവത എഴുന്നള്ളത്ത്. മീനപ്പൂരം മഹോത്സവത്തിന്റെ സ്ഥാപനത്തിൽ ജീവതയിലേറി വെള്ളാപ്പാട്ടമ്മ നഗരത്തിലേക്ക് എഴുന്നള്ളി. വിശ്വാസ സമൂഹം ഭക്തിയിൽ ആറാടി. ലാല മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നിന്നും നൂറുകണക്കിന് താലപ്പൊലുകളുടെയും വാദ്യമേളങ്ങളുടെയും വിവിധ നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെയും അകമ്പടിയിൽ ജീവിത എഴുന്നള്ളിയെത്തി. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കവാടത്തിൽ ലാല മഹാദേവ ക്ഷേത്രം ഉപദേശക സമിതി, സേവാഭാരതി, BMS, തൊഴിലാളി സംഘടനകൾ, നഗരത്തിലെ വിവിധ ക്ഷേത്ര ഭാരവാഹികൾ എന്നിവർ ചേർന്ന് എഴുന്നള്ളത്തിന് സ്വീകരണം നൽകി. വെള്ളപ്പാട് ഭഗവതി ക്ഷേത്രത്തിലെ ഉപദേവതമാർ ജീവിതയിൽ എഴുന്നള്ളിയെത്തി. എതിരേൽപ്പിനും കൂടിയെഴുന്നള്ളത്തിന് ശേഷം ആഘോഷമായ ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. ബസ് സ്റ്റാൻഡ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, ക്ഷേത്രം കവാടം എന്നിവിടങ്ങളിൽ ഫജൽസും ജീവിത എഴുന്നള്ളത്തിനെ ഭക്തിസാന്ദ്രമാക്കി. ജീവിത ക്ഷേത്രത്തിൽ എത്തിയ ശേഷം വിളക്കൻബലി, പൂരമിടി എന്നീ അനുഷ്ഠാന കാര്യങ്ങളും നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ സുധീർ കമല നിവാസ്, വിനോദ് പുന്നമറ്റത്തിൽ, അഡ്വക്കേറ്റ് രാജേഷ് കുന്നമ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. ഏറ്റുമാനൂർ പേരൂർ കവലയിൽ ഇന്ന് പുലർച്ചെ കടകളിൽ വലിയ തീപിടുത്തമുണ്ടായി. കോട്ടയത്ത് നിന്നും അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. ഏറ്റുമാനൂർ പേരൂർ കവലയിൽ 4 കടകളിൽ തീപിടുത്തമുണ്ടായി. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് സംഭവമുണ്ടായത്. സൽക്കാര ഹോട്ടൽ, ഫാമിലി ബ്യൂട്ടി പാർലർ, കൊച്ചുപുരക്കൽ സ്റ്റേഷനറി സ്റ്റോഴ്സ്, പുകയില വ്യാപാര കേന്ദ്രം എന്നിവിടങ്ങളിലാണ് തീപിടിച്ചത്. കൊച്ചുപുരക്കൽ ട്രേഡ്സ് നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. കോട്ടയത്ത് നിന്നും അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. തീ പടരുന്നത് കണ്ട് മത്സ്യമാർക്കറ്റിലെ തൊഴിലാളികളാണ് ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നാലെ പോസ്റ്റർ, ഫ്ലെക്സ് തുടങ്ങിയവ സ്ഥാപിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥലത്തുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരും തീയണയ്ക്കാൻ എത്തി. വിവരം അറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും ഏറ്റുമാനൂർ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ചെറുകര സണ്ണി ലൂക്കോസ്. മണ്ഡലത്തിൽ 11,000 വോട്ടുകളുള്ള BJP 2020 സീറ്റ് നൽകിയതിന് പിന്നിൽ വോട്ട് ഡീൽ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും സണ്ണി ചെറുകര പറഞ്ഞു. ഒരു BJPയുടെ തന്നെ ഒരു ശക്തനായ കാൻഡിഡേറ്റ് ഇല്ലാത്തതിനാൽ ഈ ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകൾ BJPയുടെ ഭാഗത്തു നിന്ന് എങ്ങോട്ടേക്ക് പോകും എന്നുള്ളത് നിർണായകമാണ്. അതോ ഇങ്ങനെ ഭരണവിരുദ്ധ വോട്ടുകൾ എന്ന നിലയിൽ അത് UDFന് പോകുമോ, അതോ എന്തെങ്കിലും ധാരണയുടെ അടിസ്ഥാനത്തിൽ അത് ഭരണമുന്നണിക്ക് കിട്ടുമോ എന്നൊക്കെ വളരെ നിർണായകമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വോട്ടെടുപ്പിന് ഇനി 8 ദിവസങ്ങൾ മാത്രം. തലങ്ങും വിലങ്ങും ഓടിയെത്തിയ സ്ഥാനാർത്ഥികൾ. സ്വീകരണ കേന്ദ്രങ്ങളിൽ വലിയ സ്വീകരണം. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് പ്രൊഫസർ റോണി കെ ബേബി. പള്ളിക്കത്തോട്ടിൽ ഗംഭീര സ്വീകരണം ഒരുക്കി പ്രവർത്തകർ. കേരളത്തിൽ UDF വൻ ഭൂരിപക്ഷത്തിൽ ഭരണത്തിൽ വരുമെന്ന് സച്ചിൻ പൈലറ്റ്. ഉത്സവാന്തരീക്ഷത്തിൽ ചാണ്ടി ഉമ്മന്റെ മീനടം മണ്ഡലം പര്യടനം. കാഞ്ഞിരപ്പള്ളിയിൽ അഡ്വക്കേറ്റ് ജോർജ് കുര്യന്റെ പര്യടനം ഊർജിതം. രാഹുൽ ഗാന്ധിക്കും ഡോക്ടർ N ജയരാജനുമെതിരെ രൂക്ഷ വിമർശനവുമായി അഡ്വക്കേറ്റ് അൽഫോൻസ് കണ്ണന്താനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.